സിറിയയിൽ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങൾ നോക്കുന്നുണ്ട് ഇത് ശ്രദ്ധയോടെ. ശക്തമായ ഇസ്രായേൽ വ്യോമാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലിറ്റിക്കിയ തീരത്തും ടാർസിലുമാണ് ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നത്. ലിറ്റിക്കിയ തുറമുഖത്ത് വ്യോമാക്രമണവും നടന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇത് 4ാം ദിവസമാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നത്. 500-ലധികം സ്ഥലങ്ങളിൽ വ്യോമാക്രമണം അടക്കം നടത്തിയിരിക്കുന്നു. തീർച്ചയായും രജനി, ഇന്ന് തുടർച്ചയായി വ്യോമാക്രമണം നടത്തേണ്ട ഒരു സാഹചര്യമാണ് സിറിയയിൽ നിലനിൽക്കുന്നത് എന്നാണ് ഇതിൽ നിന്നെല്ലാം തന്നെയും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തേണ്ട ഒരു പശ്ചാത്തലം നേരത്തെ തന്നെ 2013 തൊട്ട് തന്നെ 2019 നമുക്കറിയാവുന്നതാണ്. രാസായുധം പ്രയോഗിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ഇരകളുടെ സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാം തന്നെ പുറത്തു വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാസായുധം അന്ന് ഉപയോഗിച്ച ശക്തമായ ചില രാസായുധം, ഡീപ്പ് ക്ലോറിൻ ഗ്യാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് അതീവ ഗൗരവതരമായി പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യരെ കൊന്നെടുക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ, രാസായുധങ്ങളെല്ലാം തന്നെ അവർ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ രാസായുധങ്ങളെല്ലാം പ്രയോഗിക്കുകയും ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്ലാന്റുകളിലെല്ലാം തന്നെയാണ് ശക്തമായൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായി 4 ദിവസവും ഈ രാസായുധ നിർമ്മാണ ഫാക്ടറികളിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഗൊലാൻ ഹൈറ്റ്സിലും അതുപോലെ തന്നെ പ്രദേശങ്ങളിലുമെല്ലാമുള്ള ബഫർ സോണുകളിൽ കൃത്യമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ സിറിയയിലെ വിവിധ ഇടങ്ങളിൽ ശക്തമായ ഒരു ആക്രമണം നടത്തേണ്ട സാഹചര്യത്തിലേക്ക്, അനിവാര്യതയിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 500-ലേറെ ആക്രമണങ്ങൾ നടത്തിയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് പല അന്താരാഷ്ട്ര ഏജൻസികളും അതുപോലെ തന്നെ സമാന്തരമായി അന്വേഷിക്കുന്ന മനുഷ്യാവകാശ ഏജൻസികളുടെയും കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് കുറേ കൂടി സ്ഥിരീകരിക്കേണ്ട കണക്കുകളുണ്ട്. എങ്കിലും 480-ലേറെ ആക്രമണങ്ങൾ നടത്തിയെന്ന് സ്ഥിരീകരിക്കപ്പെട്ട കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. 500-ലേറെ ആക്രമണങ്ങൾ നടത്തിയെന്ന് മറ്റ് സോഴ്സുകളിൽ നിന്നും വരുന്ന വാർത്തകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി സൈനിക കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ നീക്കം നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ഇന്നലെ നമുക്കറിയാവുന്നതാണ്, ലിറ്റിക്കിയ തുറമുഖത്തുള്ള 15ഓളം ഈ യുദ്ധക്കപ്പലുകളെ, അതായത് സിറിയയുടെ യുദ്ധക്കപ്പലുകൾ എന്ന് പറയാൻ പൂർണ്ണമായും സജ്ജമായ ഒരു യുദ്ധക്കപ്പൽ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും അത്തരത്തിലുള്ള യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ തകർക്കാനുള്ളൊരു നീക്കം നടത്തിയിരുന്നു. 15ഓളം കപ്പലുകൾ തകർത്തിരുന്നു. ഇന്നും ആ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുകയാണ്. തീരപ്രദേശങ്ങളിലും ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മേഖലകളിലെല്ലാം തന്നെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ഈ ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് സാധിക്കുമെന്ന ഒരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണങ്ങൾ പുരോഗമിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടെ നമുക്കറിയാവുന്നതാണ്, ബഷാർ അൽ അസദിൻ്റെ പിതാവ് ഹഫീസ് അൽ അസദിൻ്റെ ശവകുടീരം തകർക്കുന്ന ഒരു നീക്കമുണ്ടായി. അത് അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം, ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് അത് സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു ജനകീയ പ്രതിഷേധം കൂടി അവിടെ ഉണ്ടാകുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ആ ഏകാധിപത്യത്തിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം സിറിയയിൽ ഇസ്രായേലിന് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കിഴക്കൻ സിറിയയിലെ സൈനിക താവളങ്ങളിൽ നിന്നും അമേരിക്കയും ശക്തമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. രാസായുധ പ്രയോഗം നടത്താനുള്ള സാഹചര്യം, അതായത് ഈ രാസായുധം നേരിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനമാണ് ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്ന ഭീകര സംഘടന. എങ്കിലും പടിഞ്ഞാറൻ രാജ്യങ്ങൾ, അമേരിക്കയൊക്കെയായി ചില വിധേയത്വം പുലർത്താനുള്ള നീക്കങ്ങളെല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടി അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാസായുധങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനുള്ള നീക്കങ്ങൾ തടയാനും അത് ഭീകരരുടെ കയ്യിൽ എത്തിപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയുള്ള ശക്തമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെ ഈ റഷ്യയുടെ നീക്കം കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ബഷാർ അൽ അസദിന് അഭയാർത്ഥം നൽകിയത് റഷ്യയാണ്. ഒപ്പം തന്നെ സൈനിക നടപടികൾ തുടരണമോ എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനം പുതിയ സിറിയൻ മന്ത്രിസഭയുമായിട്ട് അല്ലെങ്കിൽ സിറിയൻ സർക്കാരുമായിട്ട് ചേർന്ന് തീരുമാനിക്കുമെന്ന് നേരത്തെ റഷ്യയിൽ നിന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. തീർച്ചയായും റഷ്യ സിറിയയിൽ നടത്തുന്ന ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ എതിർക്കുക തന്നെ ചെയ്തിട്ടുണ്ട് പരസ്യമായി. അതുകൊണ്ട് തന്നെ റഷ്യ നിലവിലെ സാഹചര്യത്തിൽ ഒരു ബഷാർ അൽ അസദിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് വ്യക്തമാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, അന്ന് തന്നെ ഈ ആക്രമണങ്ങൾ ശക്തമായ ആ ദിവസങ്ങളിൽ തന്നെ ബഷാർ അൽ അസദ് സുരക്ഷിതമായി എത്തിയത് റഷ്യയിലേക്കാണ്. റഷ്യയിലെത്തിയതിന് ശേഷം അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകുന്നതായി തൊട്ടടുത്ത ദിവസം തന്നെ റഷ്യ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ റഷ്യ ബഷാർ അൽ അസദിൻ്റെ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ അതിരൂക്ഷമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ റഷ്യയുടെ നിലപാട് എങ്ങനെയാണ്? അതായത് റഷ്യ നിലവിൽ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളെ അനുകൂലിക്കുന്നില്ല, അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളെ സ്വാഭാവികമായും അനുകൂലിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നു എന്നതാണ് ഗൗരവതരമായൊരു വിഷയം. നിലവിലെ സാഹചര്യത്തിൽ മാസങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മാസം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പുതിയ പ്രസിഡന്റ് അമേരിക്കയിൽ അധികാരമേൽക്കുന്നതിനിരിക്കുന്നത്. പുതിയ
പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ ഏത് രീതിയിലുള്ള നയമാണ് ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഇന്നലെ സൈനിക സഹായം, ഇസ്രായേലിനുള്ള സൈനിക സഹായം നൽകുന്നതിനുള്ള നീക്കം ഇന്നലെ വീണ്ടും അത് പുതുക്കുകയും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അമേരിക്ക എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി അത്തരം നീക്കങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് സൈനിക പിന്തുണ നൽകുന്നതിന് പണം ചെലവാക്കാനില്ല എന്ന നിലപാട് പരസ്യമായി പറയുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ സാഹചര്യത്തിൽ അത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി തുടർന്നും അത്തരത്തിലുള്ളൊരു പിന്തുണ ഇസ്രായേലിന് ലഭിക്കുമോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് റഷ്യ മുതലെടുക്കുന്നതിനുള്ളൊരു നീക്കം നടത്താനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിലൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉയർന്നു വരുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും റഷ്യയുടെ നിലപാട് നിർണായകമാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ നിലപാട് നിർണായകമാണ്. അമേരിക്കയുടെ വരാനിരിക്കുന്ന പ്രസിഡന്റിൻ്റെ നിലപാട് അതിലേറെ ഗൗരവമുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം. യെസ്, എന്തായാലും ശക്തമായ വ്യോമാക്രമണം സിറിയയിൽ തുടരുക തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന്. ആയത്തുള്ള ഖമനേനി പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിറിയയെ തകർക്കാൻ ബാഷർ അൽ അസദിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് നടത്തിയ ഒരു നടപടിയാണ്. അതിന് ലോകമൊക്കെ തന്നെ ഉറ്റുനോക്കുന്നതും ഇപ്പം സിറിയയിലേക്ക് തന്നെയാണ്. എന്തായാലും വർഷങ്ങളായിട്ട് നീണ്ട ഒരു ഭരണത്തിനാണ് അവിടെ അവസാനമായിരിക്കണമെന്ന് പതിറ്റാണ്ടുകളായി നീണ്ട ഭരണത്തിന്